സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സിങ്കോണിയം പ്ലാന്റിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഔട്ട്ഡോർ ആയിട്ടും ഇൻഡോർ ആയിട്ടും വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് സിങ്കോണിയം പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ, ഇതിൻ്റെ കെയറിങ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ പൂച്ചെടികളുടെയൊക്കെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള ഇലച്ചെടികളും കൂടെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമാണല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇത് നിലത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കാട് പോലെ വളർന്നു പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തണ്ട് മതിയാകും നമുക്കിത് ചെടിച്ചട്ടിയിലേക്ക് നടുന്നതിന് വേണ്ടിയിട്ട്. ഇതുപോലുള്ള ഒരു ചെറിയ തണ്ട് ഒടിച്ചാണ് നമ്മളൊരു ചെടിച്ചട്ടിയിൽ നട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിൽ നിന്നും വേരോട് കൂടിയ തണ്ടുകൾ മുറിച്ചെടുത്ത് വേറെ ചട്ടികളിലും നടാനായിട്ട് പറ്റും. ഇത് നല്ല പച്ചപ്പോടെ കാട് പോലെ പടർന്നു പിടിച്ച് വളരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വളപ്രയോഗമാണ് നമ്മുടെ പച്ചച്ചാണകം പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചൊഴിച്ചു കൊടുക്കുക എന്നത്. നമ്മുടെ ചെടികളെല്ലാം ചെറിയ തൈകളാകുമ്പോൾ തന്നെ നമുക്ക് ഈസ്റ്റ് പുളിപ്പിച്ച വളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി വലുതാകുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.